നമസ്കാരം. അപ്പോഴേ പറഞ്ഞാണ് ഡൽഹിയിലേക്ക് പോകരുതേ എന്ന്. കേട്ടില്ല. ഇപ്പോഴെന്തായി? കണക്കിന് കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്നും? കേന്ദ്രത്തിൽ നിന്നും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞതല്ലേ, ഡൽഹിയിൽ പോയി ജന്തർ മന്ദിൽ പോയിരുന്ന് കേന്ദ്രത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ അതിനുള്ള മറുപടി കൃത്യമായിട്ട് തിരിച്ചു കിട്ടിക്കൊള്ളുമെന്ന് മുഖ്യമന്ത്രിയും കൂട്ടരും തിരിച്ച് കേരളത്തിലേക്ക് എത്തിയപ്പോൾ പിറകിൽ നിന്നും തിരക്കുകളെല്ലാം ഒഴിഞ്ഞിട്ട് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ ചില കണക്കുകൾ അവതരിപ്പിച്ചു. ഇവിടെ വി ഡി സതീശൻ വ്യക്തമായിട്ട് പറഞ്ഞാണ്, കോൺഗ്രസ്സുകാർ വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ പോകരുതേ എന്ന്. വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നല്ലേ, കേന്ദ്ര സർക്കാരിനെതിരായ കേരളത്തിൻ്റെ എല്ലാ ആരോപണങ്ങളും കൃത്യമായ കണക്കുകൾ വെളിപ്പെടുത്തി തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ തള്ളിയിരിക്കുന്നു. കേരളത്തിന് ഇതുവരെ നൽകിയ കേന്ദ്ര ഫണ്ടുകളുടെ കണക്കുകൾ ധനമന്ത്രി രാജ്യസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. എന്താ കണക്കുകൾ? NDA ഭരണകാലത്ത് ഇതുവരെയായി 1,50,140 കോടി രൂപ കേരള സർക്കാരിന് നികുതി വിഹിതമായി നൽകി കഴിഞ്ഞു എന്നാണ് നിർമ്മല സീതാരാമൻ രേഖാമൂലം വളരെ വ്യക്തമായി രാജ്യസഭയെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ UPA ഭരണകാലത്ത് എത്ര രൂപ കൊടുത്തു? വെറും 4,633 കോടി രൂപ. അത്രമാത്രമാണ് UPA മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് കേരളത്തിൽ നൽകിയിട്ടുള്ളതെന്നാണ് ധനമന്ത്രി വിശദീകരിച്ചത്. ഈ കണക്കുകൾ എല്ലാം വ്യക്തമാണ്, വളരെ ക്ലിയറാണ്. കണക്കുകൾ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എല്ലാ കണക്കുകളും പരിശോധിക്കാം എന്നൊരു വെല്ലുവിളിയും നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ നടത്തി. ഇതോടെ കേരളത്തിന് വയറ് നിറഞ്ഞു എന്ന് തന്നെ വേണം കരുതാൻ. ഇത് നികുതിയുടെ കണക്ക്. ഇനി കേരളത്തിലുള്ള ഗ്രാൻഡായിട്ട് UPA ഭരണകാലത്ത് എത്രയാണ് കൊടുത്തത്? 25,629 കോടി രൂപ. എന്നാൽ NDA ഭരണകാലത്ത് എത്രയാണ് കൊടുത്തത്? ഇതുവരെ 1,43,117 കോടി രൂപ. അതായത് മൂന്നിരട്ടി തുക നൽകിയെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യസഭയിൽ വീണ്ടും വ്യക്തമാക്കിയത്. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നു, കേരളത്തിനുള്ള കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു എന്നൊക്കെയാണ് പിണറായി സർക്കാർ ആരോപിച്ചത്. എന്നാൽ UPA ഭരണകാലത്ത് നൽകിയതിൻ്റെ 3 ഇരട്ടിയിലേറെ തുക NDA ഭരണകാലത്ത് കേന്ദ്രത്തിന് നൽകിയിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞപ്പോൾ രാജ്യസഭയിലുണ്ടായിരുന്ന കോൺഗ്രസ്സുകാർക്കാർക്കും ഇതിൽ യാതൊരു ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് കോൺഗ്രസ്സുകാരും ഇത് ഏറ്റെടുക്കാനോ പ്രതികരിക്കാനോ ഒന്നും പോയിട്ടില്ല. അതായത് പറഞ്ഞത് അതേപടി ഇടത് MPമാർക്കടക്കം കേൾക്കേണ്ടി വന്നു. കേരളത്തോട് കേന്ദ്രം കടുത്ത അവഗണന കാട്ടുന്നു എന്ന് ആരോപിച്ചാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പിണറായിയുടെ നേതൃത്വത്തിൽ സമരം നടന്നത്. എന്നാൽ ഈ ആരോപണങ്ങളെ പൊളിച്ചടുക്കിയിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ തൊട്ടടുത്ത ദിവസം. ഇതോടെ കേന്ദ്രവിരുദ്ധ സമരം എന്ന പേരിൽ ഡൽഹിയിൽ നടത്തിയ ആ നാടകം അത് വെറും പൊളിയായിരുന്നു, ഒരു തട്ടിക്കൂട്ട് സംഭവമായിരുന്നെന്ന് വ്യക്തമായി. രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും എല്ലാം അത് വളരെ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ കേരളം എന്താ പിന്നെയും പറയുന്നത്? ഇന്നെന്താ കേരളം പറഞ്ഞത്? ഇന്ന് ധനമന്ത്രി പറഞ്ഞത് കേന്ദ്ര സർക്കാരിനെതിരായ എല്ലാ ആരോപണവും, കേരളത്തിൻ്റെ എല്ലാ ആരോപണവും നിലനിൽക്കുന്നു. ധനമന്ത്രി പെരുപ്പിച്ച് കാണിച്ചാണ് ഈ കണക്കുകൾ എന്നാണ് കേരളം പറയുന്നത്. നിർമ്മല സീതാരാമൻ്റെ അവകാശവാദം തെറ്റാണെന്ന പല്ലവിയാണ് കേരളം വീണ്ടും ആവർത്തിക്കുന്നത്. ഈ നികുതി വിഹിതം കേന്ദ്രത്തിൻ്റെ സൗജന്യമല്ല, അത് സംസ്ഥാനങ്ങളുടെ അവകാശമാണെന്നും അത് നികുതി വിഹിതം കുറഞ്ഞു എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലെന്നുമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ പറയുന്നത്. നേരത്തെ അവരങ്ങനെയല്ല പറഞ്ഞത്. നികുതി വിഹിത ശതമാനം കണക്കാക്കിയതാണ് കേന്ദ്രം സംസ്ഥാനത്തോട് നീതികേട് കാണിച്ചതെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അവകാശവാദം. ധനമന്ത്രി അവതരിപ്പിച്ച കേന്ദ്ര ഗ്രാൻഡ് കണക്കുകൾ അത് പെരുപ്പിച്ച് കാട്ടിയതാണെന്നും കേരളം പറയുന്നു. ഒന്നുകൂടി പറയുന്നുണ്ട് കേരളം, ധനകാര്യ കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണമെന്ന്. 16ാം ധനകാര്യ കമ്മീഷനെ ഇപ്പോൾ വെച്ചതേ ഉള്ളൂ. അതിൻ്റെ ടേംസ് ആൻഡ് റെഫറൻസ് എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞു. ഇപ്പോഴാണ് കേരളത്തിൻ്റെ ആവശ്യം, കമ്മീഷൻ്റെ മാനദണ്ഡങ്ങൾ പുനഃപരിശോധിക്കണം. ഇത് കഴിഞ്ഞ UPA കാലത്തും പറയാമായിരുന്നല്ലോ. NDA ഭരണകാലത്ത് ഇതുവരെയായി 1 കോടി, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, 1,50,140 കോടി രൂപ നികുതി വിഹിതമായി നൽകി കഴിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ ഒരു ഉത്തരവുമില്ല കേരളത്തിന്. എന്തായാലും കേന്ദ്രം കേരളത്തിന് അർഹമായ ഗ്രാൻഡ് നൽകുന്നില്ല, നികുതി വിഹിതം കൃത്യമായി നൽകുന്നില്ല, കടമെടുപ്പ് പരിധി കുത്തനെ വെട്ടിക്കുറിച്ചു എന്നൊക്കെയായിരുന്നു സംസ്ഥാനത്തിൻ്റെ ആരോപണങ്ങൾ. ഇതൊന്നും ശരിയല്ല. UPA സർക്കാർ നൽകിയതിനേക്കാൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 3 ഇരട്ടിയിലേറെ തുക NDA ഭരണകാലത്ത് കേരളത്തിൽ നൽകിയിട്ടുണ്ടെന്നാണ് ധനമന്ത്രി വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത്.